ഡിറ്റ്വ ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയിൽ രക്ഷാപ്രവർത്തനം തുടർന്ന് ഇന്ത്യൻ വ്യോമസേന. ശ്രീലങ്കയിൽ നിന്ന് 335 ഇന്ത്യൻ പൗരന്മാരെ വിമാനമാർഗം തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇതിൽ 237 പേർ മലയാളികളാണ്. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, വിവരങ്ങൾ. ഡിറ്റ്വ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീലങ്കയിൽ നാവികസേനയുടെ ഇടപെടൽ വലിയ രീതിയിൽ നടക്കുന്ന ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായിട്ടാണ് ശ്രീലങ്കയിൽ നിന്ന് ഒരു വലിയ ഇടപെടൽ നടത്തുന്നത്. സേന 335 ഇന്ത്യൻ പൗരന്മാരെ തിരുവനന്തപുരത്ത് വിമാനമാർഗം എത്തിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ 237 പേരും മലയാളികളാണ്. ഇവരെ തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ നോർക്കയുടെ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്ന് ഇവർക്ക് നാട്ടിലേക്ക് പോകുന്നതിന് എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് ഇവരുടെ വീട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടേക്ക് പോകുന്നതിന് വേണ്ടി KSRTC ബസ്സും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. രാത്രി 12:45 മറ്റൊരു വിമാനത്തിൽ 80ഓളം പേർ കൂടി തിരുവനന്തപുരത്ത് എത്തും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി ശ്രീലങ്കയിൽ മാനുഷിക സഹായവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമസേന. ശ്രീലങ്കയിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് മൂലമുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഈ ടോൾ ഫ്രീ നമ്പരും നൽകിയിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നതിന് വേണ്ടി. ഇങ്ങനെ എല്ലാ സഹായവും ലഭ്യമാക്കിയിട്ടുണ്ട്. നിലവിൽ 335 ഇന്ത്യൻ പൗരന്മാരെയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. അതിൽ 237 പേർ മലയാളികളാണ്. റിജിത്ത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.